ഹായ് ഫ്രണ്ട്സ്, സൈബർ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. മറ്റൊന്നല്ല, ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ്. കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ഡിവൈസുകൾ മൊബൈൽ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറുകളിലേക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം, യൂട്യൂബ് തുടങ്ങിയ ഈ ഒരു സോഫ്റ്റ്വെയറുകളുടെ എല്ലാം ഉപയോഗത്തോട് അല്ലെങ്കിൽ വെബ് സൈറ്റുകളുടെ എല്ലാം ഉപയോഗത്തോടു കൂടിയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സെപ്പറേറ്റ് ആപ്പായി ലഭിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ മൊബൈലിലൊക്കെ ഉള്ള പോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഒരു സെപ്പറേറ്റ് ആപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് സെപ്പറേറ്റ് ആപ്പായി ലഭിച്ചിരുന്നു എങ്കിൽ ഒന്നും കൂടി ഉപയോഗിക്കാൻ എളുപ്പമാണ്. മറ്റേത് വെബ് ബ്രൗസറിൽ കയറണം, www.com എന്ന് അടിക്കണം, അതൊക്കെ പ്രയാസമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലും ഇത്തരത്തിലുള്ള ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന വെബ് ബ്രൗസറിൻ്റെ സഹായത്തോടു കൂടി, ഫ്രീ ആയിട്ടുള്ള ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന വെബ് ബ്രൗസറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഒരു ഒരു ഓപ്ഷൻ അനായാസം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ക്രോം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഏതൊരു വെബ്സൈറ്റും നമുക്കൊരു ആപ്പാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട സ്വാഭാവികമായിട്ട് നോർമലായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ഉദാഹരണമായിട്ടൊരു 3-4 സൈറ്റുകൾ നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് ഒരു പക്ഷേ സൂം നമുക്ക് ആവശ്യമുണ്ടാവും. സൂം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ആവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മീറ്റ്, ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ് നമുക്കൊരു ആപ്പാക്കി മാറ്റാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ meet.google.com എന്ന് പറഞ്ഞ സൈറ്റാണ്. നോർമലി നമ്മൾ ഇവിടെ നമ്മുടെ കോഡ് അടിച്ചു കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ മീറ്റിങ്ങിലേക്ക് കയറലെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ സ്കൂളിലെ പഠനത്തിന് ആവശ്യമായിട്ടുള്ളൊരു മറ്റൊരു സോഫ്റ്റ്വെയർ, വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആപ്പാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് യൂട്യൂബാണ് എടുത്തിട്ടുള്ളത്. യൂട്യൂബിനെയാണ് നമുക്ക് ആപ്പാക്കി മാറ്റേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മോർ ടൂൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതുപോലൊരു ചെറിയൊരു വിൻഡോ വരും. യൂട്യൂബ് ഓപ്പൺ ആസ് എ വിൻഡോ, നമ്മൾ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആസ് എ വിൻഡോ എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ആപ്പായിട്ട് നമുക്ക് കിട്ടും. ക്രിയേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടോ, സെപ്പറേറ്റ് ഒരു ആപ്പായിട്ട് അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് എവിടെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, നമുക്കൊരു ആപ്പ് ഷോർട്ട് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ക്രോം ഓപ്പൺ ആവണമെന്നില്ല, മറിച്ച് അത് നേരെ യൂട്യൂബ് എന്ന് പറയുന്ന പേജ് ഓപ്പൺ ആയിട്ട് അതൊരു ആപ്പായിട്ട് ഓപ്പണായി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു അനവധി സൈറ്റുകൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഗൂഗിൾ മീറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മോർ ടൂൾസിൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് അടിക്കുന്നു, നമ്മൾ ഓപ്ഷൻ വരുന്നു, ഓപ്പൺ ആസ് വിൻഡോ എന്ന് കൊടുക്കുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു, അത് ഒരു ആപ്പായി നമുക്ക് കിട്ടും. നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ക്ലാസ് റൂം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങനെ ചെയ്യാം. സ്വാഭാവികമായിട്ടും മോർ ടൂൾസിൽ പോകുന്നു, ക്രിയേറ്റ് ഷോർട്ട് കട്ട് അടിക്കുന്നു, ഗൂഗിൾ ക്ലാസ് റൂം എന്ന പേരാണ്. നമുക്കിവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, വേണമെങ്കിൽ ക്ലാസ് റൂം 1, 2 എന്നൊക്കെ കൊടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഒന്നിലധികം കുട്ടികൾ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും നമുക്കൊരു ആപ്പായി ലഭിക്കുന്നതാണ്. അങ്ങനെ ഏത് സൈറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ ആപ്പാക്കി മാറ്റാൻ പറ്റും. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ. വാട്സപ്പൊക്കെ സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വാട്സപ്പിലൂടെ ആയിരിക്കും ലിങ്ക് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ നിന്ന് ലിങ്ക് കോപ്പി ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് web.whatsapp.com അല്ലെങ്കിൽ വെബ് വാട്സപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നമ്മുടെ ഫോണിലുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലും നമുക്ക് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും അതുപോലെ ഒരു സെപ്പറേറ്റ് ആപ്പാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ അനായാസം നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ മൊബൈൽ ഫോണാണല്ലോ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിൽ ഇത് ഉപയോഗിക്കാൻ കോംപ്ലിക്കേറ്റഡ് അല്ലേ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അതൊക്കെ ഉടൻ വരും. ഫ്യൂച്ചറിൽ എന്തായാലും കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അത്തരത്തിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്നൊരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ സൈബർ കഫേയുടെ പേജിൽ സന്ദർശിക്കുക. അല്ലെങ്കിൽ സൈബർ കഫേയുടെ തന്നെ ഇപ്പോൾ നമ്മുടെ താഴെ ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സിസ്റ്റം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സിസ്റ്റം ഏതാണ് നിങ്ങൾക്ക് നല്ല സിസ്റ്റം എന്നുള്ള റെക്കമെൻഡേഷൻസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ആപ്പും സെപ്പറേറ്റ് ആപ്പായി തന്നെ കിട്ടും. ക്രോം ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാതെ നമുക്കൊരു ആപ്പ് എന്നുള്ള രൂപത്തിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ, എന്തെങ്കിലും തരത്തിലുള്ള വലിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാനത് സഹായിക്കും. നമുക്കറിയാലോ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിൽ നിന്നുള്ള റവന്യൂയിലേറെ മീൻസ് അത് ആഗ്രഹിക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു യൂട്ടിലിറ്റി, ഒരു കമ്പാനിയൻ എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ ചാനൽ പ്രവർത്തിച്ചു പോരുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. സോ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.